ഹായ് ഓൾ, എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പതിവ് പോലെ തന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ ഉപകരിക്കുന്ന കുറച്ച് നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. എന്നും പറയുന്ന പോലെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം. വീഡിയോസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. പൊട്ടും സമയം കളയാതെ നമുക്ക് ഇന്നത്തെ ടിപ്പിലേക്ക് പോവാം. നമ്മളൊക്കെ വീട്ടാവശ്യത്തിനായിട്ട് വാങ്ങുന്ന കത്രികയൊക്കെ കുറച്ച് നാൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും അതിൻ്റെ മൂർച്ചയൊക്കെ പോവാറുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ പുതിയതായിട്ട് പർച്ചേസ് ചെയ്യാറാണ് പതിവ്. എന്നാൽ അതൊന്നും ഇല്ലാതെ, ഒട്ടും ക്യാഷ് ചിലവില്ലാതെ നമുക്ക് തന്നെ വീട്ടിൽ വെച്ചിട്ട് മൂർച്ച കുറഞ്ഞിട്ടുള്ള കത്തിയായാലും കത്രികയായാലും മൂർച്ച കൂട്ടിയെടുക്കാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പൊട്ടിയിട്ടുള്ള സെറാമിക്കിൻ്റെ കപ്പാണ് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു സൈഡിൽ നമ്മുടെ കത്തി മൂർച്ച കുറഞ്ഞ് ുള്ള കത്തി രണ്ട് സൈഡ് ഇതേപോലെ ഒന്ന് കുറച്ച് സമയം ഒരിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കത്തി മൂർച്ചയായിട്ട് കിട്ടും. അപ്പോൾ ഞാനിതാ കത്തിയുടെ ഒരു സൈഡ് ഇതേപോലെ ഒന്ന് കാണിച്ചതിന് ശേഷം മറുഭാഗം കൂടി ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് സമയം ഇതേപോലെ ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ കത്തിയുടെ മൂർച്ച നല്ലപോലെ കൂടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിതൊരു സവാള കട്ട് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ എനിക്കത് കട്ടായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേ രീതിയിൽ തന്നെയാണ് കത്രികയെ മുറിച്ച് കൂട്ടിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിതൊരു കത്രിക എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഇതേപോലെ നകത്തി കൊടുത്തതിന് ശേഷം ഈ രണ്ട് ഭാഗവും ഇതേപോലെ ഒന്ന് ഉരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയിൽ ഒരേ സൈഡിൽ തന്നെ ഒരേ ഭാഗത്ത് തന്നെ നമ്മൾ ഉരയ്ക്കരുത്. ആ ഒരു കപ്പിൻ്റെ പല ഭാഗങ്ങളിലായിട്ടാണ് ഉരച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതാ കത്രിക എനിക്ക് നന്നായിട്ട് തന്നെ മൂർച്ച കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ രീതിയിൽ നിങ്ങളുടെ വീട്ടിൽ മൂർച്ച കുറഞ്ഞിട്ടുള്ള കത്രികയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മൂർച്ച കൂട്ടി നോക്കുക. ഇനി രണ്ടാമത്തെ ടിപ്പിലേക്ക് പോവാം. നമ്മൾ മൊബൈൽ ചാർജർ നമ്മൾ നല്ല പോലെ സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങുന്ന സമയത്തുള്ള ആ ഒരു ഫ്രഷ് ആയിട്ടുള്ള കളറ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ അത് മങ്ങിപ്പോവില്ലേ, ചെളിയൊക്കെ ആയിട്ട് നന്നായിട്ട് തന്നെ അതിൻ്റെ കളറൊക്കെ മാറാറുണ്ട്. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സിമ്പിൾ ടിപ്പാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാനിതാ എൻ്റെ മൊബൈലിൻ്റെ ചാർജറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ വയറിൽ ഞാൻ ഇതേപോലെ പേസ്റ്റാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ വൈറ്റ് പേസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതന്നെ യൂസ് ചെയ്ത് കൊടുക്കുക. ഞാൻ വെള്ളമൊന്നും ആക്കിയിട്ടില്ല. എൻ്റെ കയ്യിൽ പേസ്റ്റ് ആക്കിയതിന് ശേഷം ചാർജറിൻ്റെ വയറിൽ ഇതേപോലെ ഒന്ന് പേസ്റ്റ് ആക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് കുറേശ്ശെ പേസ്റ്റ് കയ്യിലാക്കിയതിന് ശേഷം ആ ചാർജർ വയറിൽ മുഴുവനായിട്ട് ഇതേപോലെ പേസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ടവലാണ് എടുത്തിട്ടുള്ളത്. ജസ്റ്റ് ആ ടവൽ ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. അതിന് ശേഷം ഞാൻ ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഞാൻ തുടച്ചെടുത്ത ഭാഗവും തുടക്കാനുള്ള ഭാഗവും തമ്മിലുള്ള മാറ്റം നന്നായിട്ട് തന്നെ എനിക്ക് അഴുക്കൊക്കെ നീങ്ങി കിട്ടുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗം കണ്ടില്ല, നല്ല പോലെ എനിക്ക് കളറായി കിട്ടിയിട്ടുണ്ട്. പേസ്റ്റ് ആക്കി കൊടുത്തുള്ള ഭാഗം 1-2 തവണ ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം ബാലൻസ് വരുന്ന ഭാഗത്ത് വീണ്ടും ഞാൻ കുറച്ച് പേസ്റ്റും കൂടി ആക്കി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ഇതേപോലെ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പോലെ എനിക്ക് ആ ചാർജർ വയർ കളറായി കിട്ടിയിട്ടുണ്ട്. ചാർജർ വയർ മാത്രമല്ല കേട്ടോ, പേസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. സ്വിച്ച് ബോർഡ് ആയാലും ഗ്യാസ് സ്റ്റൗവിൻ്റെ ടോപ്പ് വശമൊക്കെ നമുക്ക് നല്ലപോലെ ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതാ ഇത് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ പേസ്റ്റ് മാത്രം വെച്ചിട്ടാണ് ഞാനിത് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നല്ലപോലെ എനിക്ക് അഴുക്കും കാര്യങ്ങളൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം. സാധാരണയായിട്ട് നമ്മൾ കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് മൊബൈൽ കണ്ട് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇത്. നമ്മൾ അവിടെ ഇവിടെയൊക്കെ ചാടി വെക്കുന്ന സമയത്ത് മൊബൈലൊക്കെ താഴെ വീണ് സ്ക്രീനൊക്കെ ഡാമേജ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നാൽ ഇതുപോലെ നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള ഒരു ചാർജറിൻ്റെ ഈ ഒരു കട്ട എടുത്തിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫോൺ സ്റ്റാൻഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ താഴെ വീഴുമോ എന്നുള്ളൊരു ടെൻഷനോ കാര്യങ്ങളൊന്നും വേണ്ട. എത്ര സമയം വേണമെങ്കിലും നമ്മളതൊരു ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ ഫോണ് സേഫാക്കി നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് വീഡിയോസ് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു സിമ്പിൾ ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലേക്ക് പോവാം. വളരെ എളുപ്പത്തിൽ ചപ്പാത്തി കുഴലോ ചപ്പാത്തി പലകയോ ഒന്നും ഇല്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി പരത്തിയെടുക്കാനുള്ള ഒരു സിമ്പിൾ ടിപ്പാണ് ഞാനിന്ന് കാണിക്കുന്നത് കേട്ടോ. സാധാരണ ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്ന പോലെ തന്നെ ഞാൻ മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പരത്തുന്ന വീഡിയോ മാത്രമേ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ.
അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു ചപ്പാത്തി പലകയോ ചപ്പാത്തി കുഴലോ യൂസ് ചെയ്യാതെയാണ് ഞാൻ ഈ ഒരു ചപ്പാത്തി പരത്തി എടുത്തിട്ടുള്ളത് എന്ന്. അതിനായിട്ട് ഞാനൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതൊന്ന് കമത്തി വെച്ചിട്ട് അതിൻ്റെ പുറം ഭാഗത്ത് നന്നായിട്ടൊന്ന് എണ്ണ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ ഒരു പ്ലേറ്റിന് മുകളിലായിട്ട് ഞാൻ പ്രസ്സിൽ അമർത്തിയെടുത്തിട്ടുള്ള ആ ഒരു ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ പരത്തിയെടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ഇതുപോലെയുള്ളൊരു ബോട്ടിലാണ്. ബോട്ടിൽ ഞാൻ എണ്ണയൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഓരോ ഭാഗത്തേക്ക് ഇതേപോലെ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് വീണ്ടും നമ്മളൊന്ന് പരത്തി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് പരന്ന് കിട്ടും കേട്ടോ. സാധാരണ നമ്മൾ ചപ്പാത്തി പരത്തുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് പരത്തിയെടുക്കാനായിട്ട് പറ്റും. മാത്രമല്ല അതേപോലെ പൊങ്ങി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാനിതാ ഈ ഒരു സൈസിൽ ഇതൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ ജസ്റ്റ് കൂടി ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റ് ഇതേപോലെ ഒന്ന് പിടിച്ചതിന് ശേഷം പരത്തിയെടുത്തിട്ടുള്ള ചപ്പാത്തി ഒന്ന് പ്ലേറ്റിൽ നിന്ന് മാറ്റാം. അപ്പം ഞാനിതാട്ടോ ഇതേപോലെ എടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നമുക്ക് പൊട്ടി പോന്നിട്ടോ ഒന്നുമില്ല. അത്യാവശ്യം വലിപ്പത്തിലും അതേ ഒരു ഷേപ്പിലും തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ഇതേ രീതിയിൽ തന്നെ ബാക്കിയുള്ളതും പരത്തിയെടുക്കാം. അപ്പം ഞാനൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തൊന്ന് സെയിം രീതിയിൽ തന്നെയാണ് പരത്തിയെടുക്കുന്നത്. ഓരോ തവണ നമ്മൾ പരത്തുന്ന സമയത്തും ആ ഒരു ബോട്ടിലിൽ എണ്ണയെന്ന് തടവി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ രണ്ടാമത്തും ഞാൻ ഇതേപോലെ തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിന് നമ്മൾ പൊടി യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇതേപോലെ നമുക്കൊന്ന് പിടുത്തം കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൽ നിന്ന് അടർത്തി മാറ്റാനായിട്ട് പറ്റും. ഇനി ഇതൊന്ന് ചുട്ടെടുക്കാം. അതിനായിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് അല്പം നെയ്യൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിതാ ഇതേപോലെ ചപ്പാത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം അതാ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കുഞ്ഞു കുഞ്ഞു ബബിൾസൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ വീണ്ടും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇത് നല്ല പോലെ പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് നമ്മൾ താഴെ വെച്ചിട്ട് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പോലെ പൊങ്ങി കിട്ടും. ഇനി ഒന്നുകൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ചപ്പാത്തി പലകയോ കുഴലോ ഒന്നും യൂസ് ചെയ്യാതെയാണ് പരത്തി എടുത്തിട്ടുള്ളത്. വെച്ചാലും ഈ ഒരു വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ല പോലെ തന്നെ എനിക്ക് ആ ഒരു ചപ്പാത്തി പൊങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി പലകയോ കുഴലോ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഇതേ രീതിയിൽ പരത്തിയെടുക്കാവുന്നതാണ് കേട്ടോ. എത്ര ചപ്പാത്തി ഉണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ ടിപ്സുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.